അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഇറാനിയൻ സർബത്തും ഡ്രിങ്ക്സും എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെക്കുക. പാൻ ഒന്ന് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര മെൽറ്റാകും വരെ തിളപ്പിക്കണം. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് നാരങ്ങാ നീര് പാനിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കണം. ഇത് ഷുഗർ സിറപ്പ് പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിൽ ഒഴിക്കരുതും, കാരണം ഈ സർബത്തിനകത്ത് നാരങ്ങ ഇല്ലാത്തതാണ് ഈ സർബത്ത്. അത് കാരണം നാരങ്ങ നീര് വെള്ളത്തിൽ വീഴാൻ പാടില്ല. ഇനി വേണ്ടത് ഒരു പിടി പുതിനയിലയാണ്. പുതിനയില ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് വിനെഗർ ഒഴിച്ചു കൊടുക്കണം. വിനെഗർ ചേർത്ത് കൊടുത്ത് ഇനി മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കണം. ഇത് 10 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരാഴ്ചയൊക്കെ കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കും. ഇത് ഇനി ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുക്കുംബർ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഐസ് ക്യൂബും ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴത്തേന് കുക്കുംബറും പുതിനയിലയും എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.